1979 നവംബർ 8-ാം തീയതിയാണ് ഞാൻ കോഴിക്കോട് പോലീസ് കമ്മീഷണറായിട്ട് ചാർജ് എടുക്കുന്നത്. വളരെ പ്രഗത്ഭനായ എൻ്റെയൊക്കെ ഗുരു സ്ഥാനീയനായ ശ്രീ KJ ജോസഫ് സാറിൽ നിന്നാണ്, അന്ന് കേരള പോലീസിലെ ഏറ്റവും സീനിയർ SP ആയിരുന്ന ശ്രീ KJ ജോസഫ് സാറിൻ്റെ കയ്യിൽ നിന്നാണ് അന്നേ ദിവസം കേരള പോലീസിലെ ഏറ്റവും ജൂനിയർ SP ആയിരുന്ന ഞാൻ കോഴിക്കോട് കമ്മീഷണറായിട്ട് ചാർജ് എടുക്കുന്നത്. സാധാരണ വളരെ സീനിയറായിട്ടുള്ള ആളുകളെയാണ് കോഴിക്കോട് പോലീസ് കമ്മീഷണറായിട്ട് അന്ന് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ. പക്ഷേ അന്ന് തലേ ദിവസം പ്രൊമോഷൻ കിട്ടിയ എന്നെയാണ് കോഴിക്കോട് പോലീസ് കമ്മീഷണറായിട്ട് ശ്രീ CH മുഹമ്മദ് കോയ, അദ്ദേഹം കേരള മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആകെ 2 പേരെ മാത്രമേ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൂ, എന്നെയും ശ്രീ രാജൻ മധേക്കറിനെയും. അങ്ങനെ ആ 2 പേരിൽ ഒന്നായിട്ട് ഞാൻ കോഴിക്കോട് കമ്മീഷണറായിട്ട് ചാർജ് എടുക്കും. ഞാനിവിടെ പറയാൻ കാര്യം, അന്ന് ആ സാഹചര്യത്തിൽ ഏറ്റവും ജൂനിയറായി എന്നെ അവിടെ പോസ്റ്റ് ചെയ്യാനുള്ള ഏക കാര്യം, നിങ്ങൾ ഇന്ന് വിചാരിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും, മറ്റാരും തന്നെ കേരള പോലീസിലെ മറ്റാരും തന്നെ അന്ന് അവിടെ ചാർജ് എടുക്കാൻ തയ്യാറല്ലായിരുന്നു. കാരണം ഒരു കമ്മീഷണറുടെ പോസ്റ്റ് വേക്കൻറ്റ് വന്നാൽ എല്ലാവർക്കും ആഗ്രഹം കാണുമല്ലോ കമ്മീഷണറാണ്. പക്ഷേ 1979 നവംബർ 1-ാമത്തെ ആഴ്ച കോഴിക്കോട് പോലീസ് കമ്മീഷണറാകാൻ കേരളത്തിലെ അന്നുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനും യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. എന്തിന് വഴിയെ പോകുന്ന വയ്യാവേലി സ്വന്തം തോളത്ത് പിടിച്ചിടണം എന്നുള്ള ചിന്തയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു. 2, അത് നിങ്ങൾ വിശ്വസിക്കുകയല്ല, ഞാൻ കോഴിക്കോട് പോലീസ് കമ്മീഷണറുടെ ചാർജ് എടുക്കുന്ന സമയത്ത്, നിങ്ങൾക്കെല്ലാം കോഴിക്കോട് പോലീസ് കമ്മീഷണർ ഓഫീസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണെന്ന് ഞാൻ വിചാരിക്കും. ഇപ്പോഴും അതേ ഓഫീസ് തന്നെയാണ്, ഞാനിരുന്ന അതേ ഓഫീസ് തന്നെയാണ് ഇപ്പോഴും അവിടെ ഓഫീസായിട്ടിരിക്കുന്നത്. ആ ഓഫീസിൻ്റെ ഫ്ലഷ് ഡോറിൻ്റെ തൊട്ട് വെളിയിലായിട്ട്, അതായത് കമ്മീഷണറുടെ മുറിലോട്ട് കയറുന്ന ഡോറ്, ആ ഡോറിൻ്റെ തൊട്ട് വെളിയിൽ അല്പം ഭിത്തിയുണ്ട്. ആ ഭിത്തിയിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ഒരു നോട്ടീസാണ് എഴുതി വെച്ചിരിക്കുന്നത്. വെള്ള കടലാസിൽ കറുത്ത അക്ഷരത്തിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിക്കാം? കേരള പോലീസ് സമരത്തിലേക്ക്. കേരള പോലീസ് സമരത്തിലേക്ക് എന്ന് പറഞ്ഞ ഒരു നോട്ടീസ് വാതിലിൻ്റെ പുറത്ത് ഒട്ടിച്ചു വെക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രഗത്ഭന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും മുൻനിരയിൽ കാണുന്ന ആളാണ് ശ്രീ KJ ജോസഫ്. ശ്രീ KJ ജോസഫിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കോഴിക്കോട്, അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹത്തോട്ട് നിങ്ങൾക്ക് ആർക്കും ചെക്ക് ചെയ്യാവുന്നതാണ്, ഞാൻ ചാർജ് എടുക്കുമ്പോൾ കോഴിക്കോട് കമ്മീഷണറുടെ ഓഫീസിൻ്റെ പരിസരത്ത് മുഴുവൻ പതിച്ചിരിക്കുന്ന നോട്ടീസ് കേരള പോലീസ് സമരത്തിലേക്കെന്നാണ്. അപ്പോൾ അതിൻ്റെ സാഹചര്യം എന്താണെന്ന് ശ്രീ ജോർജ് ഫ്രാൻസിസിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. പക്ഷെ അങ്ങനെയൊരു സാഹചര്യത്തിൽ എൻ്റെ കീഴിലുള്ള പോലീസ് സേന നാളെയോ മറ്റന്നാളോ സമരത്തിലേക്ക് പോകും എന്നുള്ള ഒരു പ്രഖ്യാപിച്ച നോട്ടീസ് പ്രകാരം പ്രചരിപ്പിച്ച, അതിന് സമാനമായ സാഹചര്യങ്ങൾ നിലവിലുള്ള ഒരു പോസ്റ്റിലേക്കാണ് ഭരണപരമായ യാതൊരു മുൻപരിചയവും, അതിനു മുമ്പ് നേരത്തെ ഒരു ജില്ല ഭരിച്ചിട്ടുള്ള യാതൊരു കഴിവും, ഏതെങ്കിലും അന്ന് തലശ്ശേരി ASP ആയിരിക്കുമ്പോഴുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളുടെ നടുവിലുള്ള പരിചയമല്ലാതെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളിലുള്ള ഏതെങ്കിലും പരിഹാര സമിതിയിൽ പോലും ഒരിക്കലും ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത എനിക്ക് ആ ചുമതല ഏൽക്കുന്നു. ഏതായാലും 2-3 ദിവസത്തിനകം ആ കേരള പോലീസിലുണ്ടായിരുന്ന ആ കാറ്റും കോളും മാറി. അവിടുത്തെ പോലീസുകാരും സമരം ചെയ്യാതെ, ഞാൻ ചാർജ് എടുത്തത് ഒരു ബുധനാഴ്ചയോ വ്യാഴാഴ്ചയാണ്, അതിൻ്റെ അടുത്ത ദിവസം നടന്ന വെള്ളിയാഴ്ച പരേഡിൽ ആ പോലീസ് സ്റ്റേഷനിൽ ഞാൻ എല്ലാ പോലീസുകാരെയും വിളിച്ചു വരുത്തി. ഞാൻ പറഞ്ഞു, ഇനി ആരെങ്കിലും സമരം ചെയ്യുകയാണെങ്കിൽ അതിപ്പോൾ നമുക്കറിയണം. അതെ, ഈ വെള്ളിയാഴ്ച രാവിലെ, ഈ വെള്ളിയാഴ്ച പരേഡ്, ഇപ്പോൾ നമ്മുടെ ടിവിയിലൊക്കെ വരുന്ന ശ്രീ സുഭാഷ് ബാബു ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇനി ഇതൊക്കെ ആൾക്ക് വെരിഫൈ ആവുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് ഞാൻ ആളുടെ പേര് പറയുന്നത്. ശ്രീ സുഭാഷ് ബാബു ഒക്കെ അന്ന് SI ആണ്. അപ്പോൾ എന്താണ് നിക്കറിട്ട SI ആണ്, അതും ആലോചിച്ചു. അതെ, അന്ന് ഇവരുടെയൊക്കെ നിങ്ങൾ പിന്നെ വേണുഗോപാൽ പിന്നെ വന്നാണ്. അന്ന് ഈ SIമാരുടെ വേഷവും പോലീസുകാരുടെ വേഷവും രണ്ടും പരേഡിന് നിക്കറായിരുന്നു. അപ്പോൾ അങ്ങനെ വെള്ളിയാഴ്ച വിളിച്ചപ്പോൾ ഏതായാലും ഭാഗ്യവശാൽ എല്ലാവരും കുന്നമംഗലം മുതൽ കടലുണ്ടി OP വരെയുള്ള എല്ലാ സ്റ്റേഷനിലെയും പോലീസുകാർ
വെള്ളിയാഴ്ച രാവിലെ മാനാഞ്ചിറ ഗ്രൗണ്ടിൽ ഒരു വ്യത്യാസവുമില്ലാതെ മുഴുവൻ പേരും, അന്ന് കാലിക്കറ്റ് സിറ്റിയിൽ ഏതാണ്ട് 700-800 പോലീസുകാരാണ് ലോക്കൽ പോലീസ് കൊണ്ടിരുന്നത്, മുഴുവൻ പേരും പരേഡിനായി ഹാജരായി. അങ്ങനെ കോഴിക്കോട്ട് ത്രട്ടൻ ചെയ്തിരിക്കുന്ന പോലീസ് സമരം അന്ന് ഇല്ലാതായി. അപ്പോൾ അന്ന് വിചാരിച്ചത് ഇതൊക്കെ നമ്മുടെ മിടുക്കാണ് എന്നൊക്കെ ഞങ്ങൾക്ക് വിചാരിച്ചെങ്കിലും പിന്നീട് ഞാൻ അറിയുന്നത് അതിന് 2-3 ദിവസം മുമ്പ് തന്നെ, ഞാൻ അവിടെ ചാർജ് എടുക്കുന്നതിന് 2-3 ദിവസം മുമ്പ് തന്നെ ശ്രീ ജോർജ് ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ വരികയും അദ്ദേഹം ആ വിഷയത്തിൽ വളരെ സമഗ്രമായി ഇടപെടുകയും ഇങ്ങനെ സമരത്തിലൂടെയല്ല, ഇങ്ങനെ നിങ്ങളുടെ വിഷയം വളരെ ന്യായമായിരിക്കാം, വിഷയം എത്ര ന്യായമാണെങ്കിലും പണി മുടക്കി കേരളത്തിലെ പോലീസിലെ സംഘടന പ്രവർത്തിക്കേണ്ടത് ഒരു പണിമുടക്ക് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചല്ല, മറിച്ച് അവരുടെ പ്രശ്നങ്ങൾ ന്യായമായി പരിഹരിക്കുവാൻ വേണ്ടി ന്യായയുക്തമായി മേലധികാരികളുടെ മുമ്പിൽ അതിന് പരിഹാരം നേടിയിട്ടുള്ള ഒരു ചർച്ചയുടെ മാർഗത്തിലൂടെയാണ് എന്ന ബോധ്യം കോഴിക്കോട്ടുകാരായ പോലീസുകാരുടെ ഇടയിൽ, അതിൽ നിങ്ങളുടെ തന്നെ നേതാവായ ശ്രീ രവീന്ദ്രനൊക്കെയുണ്ട്, നിങ്ങൾക്ക് വെരിഫൈ ചെയ്യുന്ന കാര്യമാണ്. അന്ന് അവരുടെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ആയിരുന്നു, അദ്ദേഹം ഇപ്പോഴുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ പ്രശ്നം അവസാനിപ്പിച്ചു. ഇത് അതായത് ശ്രീ ജോർജ് ഫ്രാൻസിസ് എന്ന് പറയുന്ന നേതാവ് ഒരു സമരം ചെയ്ത് കേരളത്തിൽ വലിയൊരു ബഹളമുണ്ടാക്കി ഒരു വാർത്ത സൃഷ്ടിച്ച് പ്രകമ്പനം സൃഷ്ടിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ അടിപതറാത്ത നേതാവാണ്, നിങ്ങൾക്ക് എന്ത് ആഗ്രഹമുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് സാധിച്ചു തരുന്ന നേതാവാണ് എന്നുള്ളൊരു വാഗ്ദാനത്തോടുകൂടി അല്ല നിങ്ങളുടെ മുമ്പിൽ വന്നത്. മറിച്ച് പോലീസ് അസോസിയേഷനും പോലീസിലെ സംഘടനാ സ്വാതന്ത്ര്യവും സാധാരണ ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമല്ല, മറിച്ച് പൊതുജന നന്മ ലാക്കാക്കി പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് കൂടി പ്രാധാന്യം നൽകുന്ന പൊതുജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഒരു വലിയ പ്രസ്ഥാനമാണെന്നും ആ പ്രസ്ഥാനം അച്ചടക്കത്തോടു കൂടി അതിൻ്റെ ജോലികൾ നിർവഹിക്കണമെന്നും അച്ചടക്കത്തെ വിട്ട് ഒരു സമര രീതിയിലുള്ള പ്രവർത്തനം പോലീസ് അസോസിയേഷൻ ഇല്ല എന്നും അനുയായികളെ പഠിപ്പിക്കാൻ ശ്രദ്ധ കാണിച്ച ഒരു വേറിട്ട നേതാവായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കേരളത്തിലെ പോലീസ് അസോസിയേഷൻ സ്ഥാപിക്കാനും ഈ കഴിഞ്ഞ ആഴ്ച എൻ്റെ കൂടെ അന്ന് പ്രൊമോഷൻ ലഭിച്ച ശ്രീ രാജൻ മേത്തേക്കറുടെ ഒരു മെസ്സേജ് അങ്ങോട്ടിരിക്കുന്ന ഫോണിൽ തന്നെയുണ്ട്. കാരണം അദ്ദേഹം എനിക്ക് കഴിഞ്ഞ ആഴ്ച അയച്ച മെസ്സേജാണ്. കേരള പോലീസിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം എനിക്ക് അയച്ച മെസ്സേജാണ്. കേരള പോലീസിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് കേരളത്തിലെ പോലീസ് അസോസിയേഷനാണ്. കാരണം ആദ്യകാലത്ത് അദ്ദേഹവും വളരെ ആശങ്കയുള്ള ആളായിരുന്നു, ഇങ്ങനെ അസോസിയേഷനൊക്കെ വന്നാൽ ഇവിടുത്തെ അച്ചടക്കം നശിച്ചു പോകുമെന്ന്. പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, കേരള പോലീസിലെ കഴിഞ്ഞ 45 വർഷമായിട്ട് അദ്ദേഹത്തിനുള്ള ലേണിംഗ് എന്ന് പറയുന്നത് പോലീസുകാർക്ക് അസോസിയേഷൻ ഉണ്ടായാൽ പോലും പോലീസിൻ്റെ ജോലിയുടെ ഗുണനിലവാരത്തിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകില്ല എന്നൊരു മെസ്സേജ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ആ ഫോണിൽ കിടപ്പുണ്ട്. ഇതാണ് ഈ ഒരു പരിവർത്തനം. ഇത് പോലീസുകാർക്ക് വേണ്ടി നിൽക്കുന്ന അസോസിയേഷൻ അല്ല, പോലീസുകാർക്ക് വേണ്ടി നിൽക്കുന്ന ആ സമയത്തും പൊതുജനങ്ങളോടുള്ള ബാധ്യതയും പൊതുജനങ്ങളോടുള്ള ഉത്തരവാദിത്വവും സംസ്ഥാനത്തിൻ്റെ സുരക്ഷിതത്വവും ഇതൊന്നും മറക്കാതെ പോലീസിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ പോലീസ് അസോസിയേഷൻ എന്നും 1979 നവംബർ 10-ാം തീയതി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടി അദ്ദേഹം തെളിയിച്ചു. ഇതാണ് ആ സമയത്ത് ഒരു പുതുതായിട്ടുള്ള ആരംഭിച്ച അസോസിയേഷൻ അവരുടെ അനുയായികൾക്കിടയിൽ പോപ്പുലർ ആകണമെന്നുണ്ടെങ്കിൽ ഒരു സമരമായിരിക്കാം നല്ല വഴി. അങ്ങനെയാണല്ലോ സാധാരണ എല്ലാ കാര്യങ്ങളും, എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. അങ്ങനെ അല്ല എന്ന് തിരിച്ചറിഞ്ഞ് വേറൊരു രീതിയിൽ വേറൊരു ദിശാബോധം ഈ പോലീസ് അസോസിയേഷൻ നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു വേറിട്ട നേതാവായിരിക്കുന്നു. പിന്നീട് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഇവിടെ പരാമർശിക്കപ്പെട്ട പോലീസുകാരുടെ ഭവനരാഹിത്യ പ്രശ്നമായിട്ടാണ്. അത് വളരെ വളരെ കലശലായി ഔദ്യോഗികമായി അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതിന് കാരണമെന്ന് പറഞ്ഞാൽ, റിട്ടയർ ചെയ്യുന്ന ഒരു പോലീസുകാരനെ അയാൾ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിൽ നിന്ന് ബലമായി ഇറക്കി വിടുക എന്ന് പറയുന്നത് ഒരു മേലുദ്യോഗസ്ഥനും ആഗ്രഹിക്കുന്ന ഒരു ജോലിയല്ല. പക്ഷേ ഞാൻ കോഴിക്കോട് കമ്മീഷണറായിരിക്കുമ്പോഴും അതിനുശേഷം 8 വർഷത്തിന് ശേഷം ഈ തിരുവനന്തപുരത്ത്
അപ്പുറത്ത് കമ്മീഷണറായിരിക്കുമ്പോഴും ഞങ്ങളുടെയൊക്കെ ജോലിയുടെ ഒരു പ്രധാന ഘടകം 1 കൊല്ലം മുമ്പും മറ്റ് റിട്ടയറായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒന്നുകിൽ ഭക്തിവിലാസം ക്വാർട്ടേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ SAPയുടെ ക്വാർട്ടേഴ്സിൽ നിന്നോ ഒക്കെ പാളയം ക്വാർട്ടേഴ്സിൽ നിന്നോ ഒക്കെ ബലമായിട്ട് ഇറക്കി വിടുക, അവരുടെ പെൻഷനിൽ നിന്ന് കട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതൊക്കെയായിരുന്നു. ഇത് കേരള പോലീസിൽ നിങ്ങളൊക്കെ പറയും പണ്ടത്തെ പോലീസായിരുന്നു കമണ്ടൻ പോലീസ്, അന്നത്തെ പോലീസ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമ്മുടെ വെട്ടത്ത് നിൽക്കുമോ? പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അന്ന് റിട്ടയർ ചെയ്യുന്ന പോലീസുകാർക്ക് ഭൂരിഭാഗം പേർക്കും റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ താമസിക്കാൻ വീടില്ലായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എത്ര പ്രാഗൽഭ്യം ഉണ്ടായിരുന്നെങ്കിലും, നിങ്ങൾക്ക് നാട്ടുകാരുടെ മേടയിൽ എങ്ങനെ കുതിര കയറാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിലും, അവസാനം കുതിര കയറി അവസാനം നിങ്ങൾ കുതിരയുടെ കൂടെ തന്നെ താമസിക്കേണ്ട സ്ഥിതിയിലായിരുന്നു റിട്ടയർ ചെയ്യുമ്പോൾ. കുതിരാലയമല്ലാതെ നിങ്ങൾക്ക് താമസിക്കാൻ മറ്റൊരു സ്ഥലവും ഇല്ലായിരുന്നു. ഇതായിരുന്നു സ്ഥിതി. തിരുവിതാംകൂർ പോലീസുകാരെ കുറിച്ച് അതുപോലെ പ്രാഗൽഭ്യമുള്ള വീരശൂര പരാക്രമികളായി മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാരില്ല. മലബാറിലാണെങ്കിൽ MSPയുടെ വീരേതിഹാസങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ മലബാറിലാണെങ്കിലും മലബാറിലാണെങ്കിലും ഞാൻ കോഴിക്കോട് കമ്മീഷണറായിരുന്നപ്പോഴും തിരുവനന്തപുരത്ത് കമ്മീഷണറായിരുന്നപ്പോഴും റിട്ടയർ ചെയ്യുന്ന പോലീസുകാർക്ക് താമസിക്കാൻ വീടില്ല എന്നുള്ളത് രൂക്ഷമായ പ്രശ്നമായിരുന്നു. ഇത് 1980 അന്ന് ശ്രീ TK രാമകൃഷ്ണൻ, അന്ന് അദ്ദേഹം ആഭ്യന്തര വകുപ്പിൻ്റെയും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സഹകരണ വകുപ്പിൻ്റെയും രണ്ടിൻ്റെയും മന്ത്രിയായിരുന്നു. അദ്ദേഹമാണ് അക്കൊല്ലം മെയ് മാസത്തിൽ കേരള പോലീസിന് ഒരു ഭവന നിർമ്മാണ സഹകരണ സംഘം അനുവദിച്ചത്. അതിനുവേണ്ടി അന്ന് DIG അഡ്മിനിസ്ട്രേഷനായിരുന്ന ഇന്ന് ഇപ്പോഴും ബാംഗ്ലൂർ താമസിക്കുന്ന ശ്രീ PR ചന്ദ്രൻ മുഖ്യ പ്രൊമോട്ടറായി, DIG ആണ്, മുഖ്യ പ്രൊമോട്ടറായിട്ട് ശ്രീ PR ചന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഒരു സഹകരണ സംഘത്തിന് ഒരു അനുമതി സർക്കാർ നൽകുന്നതും അങ്ങനെ സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യപ്പെടുന്നതും ഞാനിത് അറിഞ്ഞ സംഭവമല്ല. പക്ഷേ കേരളത്തിലെ എല്ലാ ജില്ലാ പോലീസ് സൂപ്രണ്ടന്മാരും അടങ്ങുന്ന ഒരു സമിതിയാണ് കേരളത്തിലെ കേരള പോലീസ് വെൽഫെയർ ഫണ്ടിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അക്കൊല്ലം നവംബർ മാസത്തിൽ കേരള പോലീസ് വെൽഫെയർ ഫണ്ട് വെൽഫെയർ ആൻഡ് അമ്യൂണിറ്റീസ് ഫണ്ട്, അതാണ് ഫണ്ടിൻ്റെ പേര്. ആ ഫണ്ടിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയപ്പോൾ അതിലൊരു അജണ്ട ഐറ്റം വന്നു. ആ അജണ്ട ഐറ്റത്തിൻ്റെ റെക്കമെൻഡേഷനായിട്ടാണ് ആദ്യമായിട്ട് ശ്രീ ജോർജ് ഫ്രാൻസിസ് എന്നെ കാണുന്നത്. കാരണം അന്ന് കേരളത്തിൽ ആകെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് സഹകരണ സംഘമല്ല കേരളത്തിൻ്റെ ആദ്യത്തെ സൊസൈറ്റി. കേരളത്തിലെ പോലീസിന് അതിന് മുമ്പ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് കോഴിക്കോട് പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ ഇന്നും നിലനിൽക്കുന്ന മാർട്ടിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ആ മാർട്ടിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു ഞാൻ. അപ്പം കമ്മീഷണർ എന്നുള്ള നിലയിൽ. അപ്പോൾ അതിനകത്തിൽ പല പണാപഹരണ കേസുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പല കേസുകളും വഴക്കുകളൊക്കെ അതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ശ്രീ ജോർജ് ഫ്രാൻസിസിനോട് പറഞ്ഞു ഇങ്ങനൊരു ആവശ്യമുണ്ട്. ഇതിൻ്റെ അജണ്ട എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പോലീസുകാർക്ക് ഭവന നിർമ്മാണത്തിന് ലോൺ എടുക്കാൻ വേണ്ടി KPWA ഫണ്ടിൽ നിന്ന് ഓരോരുത്തർക്കും 2000 രൂപ വെച്ച് ഷെയർ എടുക്കാനുള്ള കടം KPWA ഫണ്ടിൽ നിന്ന് തരും. അത് കേരള പോലീസ് വെൽഫെയർ ഫണ്ട് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗീകരിക്കണം. അത് നല്ല കാര്യമാണ്. 20 ലക്ഷം രൂപ ലോണായിട്ട് നൽകും. ആ ലോൺ പോലീസുകാർ തിരിച്ചടയ്ക്കും. ആ തിരിച്ചടയ്ക്കുന്ന ലോൺ കൊണ്ട് കൂടുതൽ പോലീസുകാർക്ക് അംഗത്വം നൽകും. ഇങ്ങനെയായിരുന്നു അവരുടെ പദ്ധതി. ഇങ്ങനെ ഏതായാലും ഇത് നല്ല കാര്യമാണ് തോന്നുന്നത്. കാരണം വളരെ വലിയൊരു പ്രശ്നത്തിന് ഒരു പരിഹാരമാണല്ലോ. പക്ഷേ എന്ത് പറ്റി? കേരള പോലീസ് വെൽഫെയർ ആൻഡ് കമ്മ്യൂണിറ്റി ഫണ്ട് 20 ലക്ഷം രൂപ അനുവദിച്ചു. സംഘവും പ്രവർത്തനം ആരംഭിച്ചു. പക്ഷേ ഈ ലോൺ എടുക്കാൻ വേണ്ടി ഒരു പോലീസുകാരനും മുമ്പോട്ട് വന്നില്ല. അംഗമായി ചേരാനും 100 രൂപ അംഗമായി ചേരാനും അസോസിയേഷൻ്റെ നേതാക്കളായ കുറച്ചുപേരൊഴിച്ച് ബാക്കി ആരും അംഗത്വം എടുക്കാൻ മുമ്പോട്ട് വന്നില്ല. കാരണം എല്ലാവരുടെയും ധാരണ പോലീസുകാരെല്ലാവരും കൂടി ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ അത് പൊളിഞ്ഞു പോകും. അവസാനം ഇതിനകത്തിലെ ഭാരവാഹികളെല്ലാം നേരെ
നേരെ ജയിലിൽ പോകാനേ സാധിക്കുകയുള്ളൂ. ഇത് ഭയങ്കര കളിപ്പീരായിരിക്കും. ഇതൊരിക്കലും നടക്കാത്ത സംഗതിയാണ്. ഇതിന് ഏറ്റവും വിരുദ്ധമായിട്ടുള്ള പ്രചരണം ഏതൊരു ജില്ലയിലായിരുന്നു നിങ്ങൾക്ക് ഊഹിക്കാവില്ല. എവിടെയായിരുന്നു ഏറ്റവും വിരുദ്ധമായ ഇതിൻ്റെ പ്രചരണം? എവിടെയായിരുന്നു? ഇത് ഓഫീസർമാരുടെ അല്ല, പോലീസുകാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ വിരുദ്ധമായ പ്രചരണം നടന്നുകൊണ്ടിരുന്നത് തിരുവനന്തപുരം ജില്ലയിലും ഏറ്റവും കുറച്ച് പ്രചരണം നടന്നുകൊണ്ടിരുന്നത് കണ്ണൂരുമായിരുന്നു. അതിന് കാരണം കണ്ണൂർ ഒരുപാട് സഹകരണ സംഘങ്ങൾ ഉണ്ട്. ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സ്ഥിതി. ആരും എടുക്കുകയില്ല. ആദ്യം മെയിൽ രജിസ്റ്റർ ചെയ്ത സംഘത്തിൽ നവംബർ വരെ ആരും അംഗങ്ങളായില്ല. 2011 ഈ ലോൺ സാങ്ഷനാക്കി. നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊക്കെ അക്കൗണ്ടിലുള്ള കാര്യങ്ങളാണ്. എൻ്റെ അക്കൗണ്ടെല്ലാം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, കാരണം ഇതിൻ്റെ അക്കൗണ്ട് പ്രസിദ്ധീകരിക്കുന്നതാണ്. ലോൺ 20 ലക്ഷം രൂപ സാങ്ഷൻ ചെയ്തു, ഷെയർ ക്യാപിറ്റൽ ലോൺ. ഈ ഷെയർ ക്യാപിറ്റൽ ലോൺ എടുത്തു ആരും മെമ്പർമാർ ആയിട്ടില്ല. അപ്പം 1980 കഴിഞ്ഞു, 81 കഴിഞ്ഞു, 82 ആയി. 82 ആയപ്പം ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചു ഇത് നടക്കാൻ പോകുന്ന സംഗതിയല്ല. അപ്പോൾ ഇങ്ങനെ ആളുകൾ മാറി വന്ന് ആദ്യം PR ചന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം ഇപ്പോഴും നമ്മുടെ കൂടെയുള്ള ഏറ്റവും മുതിർന്ന റിട്ടയർഡ് DGP ആയ ശ്രീ സുബ്രഹ്മണ്യം, അദ്ദേഹം DIGP ബദലായനായി. അദ്ദേഹം അവിടെ വന്നു പോയി. അതിനുശേഷം ഇപ്പോഴും നമ്മുടെ കൂടെയുള്ള ശ്രീ ചാലി സാറ്, അദ്ദേഹം എറണാകുളത്ത് താമസിക്കുന്നു. ചാലി സാറ് അതിൻ്റെ പ്രസിഡന്റായി. ഇതിൻ്റെ ആരും ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നില്ല. മെമ്പർഷിപ്പ് എടുക്കാതെ ഇവിടെ നമ്മൾ മെമ്പർഷിപ്പ് വിതരണത്തിൻ്റെ ഉദ്ഘാടനമാണ്, അതുകൊണ്ട് ഞാനിതൊക്കെ പറയുന്നത്. ഒറ്റയാൾ പോലും ആ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുത്തില്ല. അതിനുശേഷം എൻ്റെ DIG ആയിരുന്ന ശ്രീ KJ ജോസഫ്, പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ കമ്മീഷണർ, അദ്ദേഹം എൻ്റെ DIG ആയി, ഉത്തരമേഖല DIG ആയി. അദ്ദേഹത്തിനെ അവിടുന്ന് സ്ഥലം മാറ്റി അദ്ദേഹത്തെ സായുധ സേനാ ബറ്റാലിയൻ്റെ DIG ആയി നിയമിച്ചു. അദ്ദേഹം ചാർജ് എടുത്ത ദിവസം അദ്ദേഹം സായുധ സേനാ ബറ്റാലിയൻ DIG ആയതുകൊണ്ട് സ്വാഭാവികമായി അദ്ദേഹം ഈ ഭവന നിർമ്മാണ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനവും ഏറ്റെടുത്തു. അപ്പോൾ ആരും ചേരുന്നില്ല. അദ്ദേഹത്തിന് കിട്ടിയ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സംഘത്തിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് ഒരു അലമാര വാങ്ങിച്ചിട്ടുണ്ട്. ഏറ്റവും വേഗം ആ അലമാര വിറ്റ് സഹകരണ രജിസ്ട്രാറെ ഇതിൻ്റെ കണക്ക് ബോധ്യപ്പെടുത്തി ഈ സഹകരണ സംഘം ഇല്ല എന്ന് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വാക്കാലുള്ള ഇൻസ്ട്രക്ഷൻ. കാരണം സഹകരണ സംഘം ആയതുകൊണ്ട് തന്നെ ഡയറക്ടർ ബോർഡ് കൂടി തീരുമാനിച്ചാൽ ഇതൊക്കെ നടക്കുള്ളൂ. അദ്ദേഹം 2 പേരെ വിളിച്ചു. കാരണം ഞങ്ങൾ കോഴിക്കോട്ടായിരുന്നപ്പോൾ ഞങ്ങൾ വളരെ അടുപ്പത്തിലായിരുന്നു. കാരണം ഞാനും ഇന്ന് തമിഴ്നാട് ഗവർണറായിരിക്കുന്ന ശ്രീ RN രവി, അദ്ദേഹം എൻ്റെ കൂടെ തന്നെ ജോയിൻറ്റ് കമ്മീഷണറായിരുന്നു. അപ്പോൾ ഞങ്ങൾ KJ ജോസഫ് സാർ അവിടെ DIG ആയിരിക്കുമ്പോൾ ഞങ്ങൾ 2 പേരും അദ്ദേഹത്തിൻ്റെ വലിയ അടുപ്പക്കാരായിരുന്നു. അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് എന്നെ വിളിച്ചു. മുനുസേ, ഇങ്ങനൊരു സഹകരണ സംഘമുണ്ട്, താനെന്നാണ് വിളിക്കുന്നത്, താനൊരു സംഘടന അവിടെ നടത്തുന്നുണ്ടല്ലോ, ഒരു മാർട്ടിൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. അദ്ദേഹം നേരത്തെ കമ്മീഷൻ ആയിരുന്നുകൊണ്ട് അതിനെക്കുറിച്ച് അറിയാം. അതൊക്കെ എങ്ങനെ പോകുന്നു? ഞാൻ പറഞ്ഞു, സാർ അത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, ഭംഗിയായിട്ട് പോകുന്നുണ്ട്. നമ്മൾ വിചാരിച്ചാൽ നമുക്കിത് നടത്താൻ പറ്റും. എന്നാൽ പിന്നെ ഇതും നമുക്കൊരു കൈ നോക്കിക്കളയാം, ഇതിനെ ഒന്ന് നടത്താൻ പറ്റുമോ? അപ്പോഴാണ് ഒരു കടുംകൈ. അപ്പോൾ നിങ്ങളുടെയൊക്കെ വിചാരത്തിൽ നിങ്ങൾ വിചാരിക്കും അതൊരു കടുംകൈയാണ് നിങ്ങളൊക്കെ പറയും. 2-3 കടുംകൈകൾ ശ്രീ KJ ജോസഫ് ചെയ്തു. ഒന്ന്, ആ സമയത്തേക്ക് ഞാൻ കോഴിക്കോട് കമ്മീഷണർ, ആ സമയത്തേക്ക് രവിക്ക് അവിടുന്ന് പ്രൊമോഷൻ കിട്ടി, അദ്ദേഹം കണ്ണൂർ SP. ആ സമയത്ത് ദീർഘകാലമായി മുടങ്ങിക്കിടന്നിരുന്ന കേരള പോലീസിലെ റിക്രൂട്ട്മെന്റ് നിങ്ങൾക്കെല്ലാം അറിയാം. 1978 വരെ ജില്ലാ പോലീസ് സൂപ്രണ്ടന്മാരായിരുന്നു റിക്രൂട്ട്മെന്റ് നടത്തിയിരുന്നത്. അന്ന് ഒരു തർക്കത്തെ തുടർന്ന് ഈ റിക്രൂട്ട്മെന്റ് PSCക്ക് വിട്ടു. അതിൻ്റെ ഭാഗമായിട്ട് 1978 മുതൽ 1981 വരെ പോലീസിൽ ഒരു റിക്രൂട്ട്മെന്റും നടന്നില്ല. ഈ റിക്രൂട്ട്മെന്റ് ആരംഭിച്ചത് 82-ലാണ്. അപ്പോൾ 82 റിക്രൂട്ട്മെന്റ് ആരംഭിച്ചപ്പം 83 മധ്യത്തോടുകൂടി, അതിൽ പോലീസുകാരെ പലരും ഇവിടെ കാണണം, 83-ലാണ് പോലീസ് റിക്രൂട്ട്മെന്റ്, 82 അവസാനത്തോടു കൂടിയാണ് പോലീസ് റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കുന്നത്. അപ്പോൾ അദ്ദേഹം 2-3 തീരുമാനങ്ങൾ ജോസഫ് സാർ എടുത്തു. ഒന്ന്, എന്നെ വിളിച്ചു പറഞ്ഞു, കോഴിക്കോട്ടുള്ള എല്ലാ പോലീസുകാരെയും നിർബന്ധിച്ച് ലോൺ കൊടുത്ത് അവർക്കെല്ലാം നിർബന്ധിച്ച് ലോൺ കൊടുത്തിട്ട് അവരെ സഹകരണ സംഘത്തിൻ്റെ അംഗങ്ങൾ ആക്കുക. കണ്ണൂർ SP വിളിച്ചു പറഞ്ഞു, കണ്ണൂർ വന്ന് വലിയ ജില്ലയാണ്, കണ്ണൂരുണ്ട്, വയനാടിൻ്റെ ഒരു ഭാഗമുണ്ട്, അങ്ങനെ കാസർഗോഡുണ്ട്, അവിടെയും നിർബന്ധമായിട്ട് പോലീസുകാരെ പിടിച്ചു. അങ്ങനെ
ഈ ലോൺ നിങ്ങൾ ഇപ്പോഴും സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് രജിസ്റ്റർ നോക്കിയാൽ കാണാം. ആദ്യത്തെ 1000 അംഗങ്ങളിൽ ഭൂരിഭാഗം പേരും, മഹാഭൂരിപക്ഷം പേരും കോഴിക്കോട്, കണ്ണൂർ ജില്ലക്കാരായിരിക്കും. അങ്ങനെ നിർബന്ധമായി ലോൺ കൊടുത്ത് അവരെല്ലാം സൊസൈറ്റിയുടെ അംഗങ്ങളാക്കി. 2, പുതുതായിട്ട് ചേർന്ന മുഴുവൻ പോലീസുകാരെയും കിഷ്കോ എന്ന് പറയുന്ന സ്കീം എല്ലാവരുടെയും ശമ്പളത്തിൽ നിന്ന് നിങ്ങൾ കൊടുത്തവർ കാണും. ഇവിടെ തിരിച്ചു വേണമെന്ന് സമരം ചെയ്തവർ കാണും. അതിനകത്ത് അത് കിഷ്കോയിൽ അടച്ച പൈസ വലിയ മണ്ടത്തരമാണ്, ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ ഇത് തിരിച്ചു കിട്ടലുള്ള വലിയ കളിപ്പീരാണ് എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. ഇതിനകത്ത് തന്നെ കാണും, എനിക്ക് ആരും സംശയമില്ല. അപ്പോൾ ഈ കിഷ്കോ എല്ലാ റിക്രൂട്ട്സും 100 രൂപ വീതം നടത്തണം. അത് നടത്തണം. ഞാനിവിടെ ജോർജ് ഫ്രാൻസിസിനെ അനുസ്മരിക്കുന്ന ചടങ്ങിൽ വെച്ച് ഞാനിത് പറയാനുള്ള കാരണം, സാധാരണഗതിയിൽ ഇതാണ് ആലോചിക്കേണ്ടത്. സാധാരണഗതിയിൽ ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് നിയമപരമായ അധികാരമില്ലാത്ത ഒരു കാര്യം, അതായത് പോലീസുകാരെ കൊണ്ട് നിർബന്ധിച്ച് അവരുടെ ആഗ്രഹത്തിന് വിപരീതമായി ഒരു സഹകരണ സംഘത്തിൻ്റെ മെമ്പർഷിപ്പ് നിർബന്ധിച്ചെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സഹകരണ സംഘത്തിൻ്റെ ഒരു പദ്ധതിക്ക് വേണ്ടി ആയിരക്കണക്കിന് പോലീസുകാരെ നിർബന്ധിച്ച് 100 രൂപ വീതം അന്ന് ആകെ നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റൈപ്പൻഡ് ഏതാണ്ട് വളരെ കുറച്ച് തുകയാണ്, 700 താഴെയാണ്, 700 അല്ലേ? 310. 310 നിന്നാണ് ഈ 100 എടുക്കുന്നത്. ആലോചിച്ച് നോക്കണം. എന്തൊരു സങ്കടമായിരിക്കും ആലോചിച്ചത്. അപ്പോൾ ആ 310 കിട്ടുന്ന 310 നിന്ന് 100 രൂപ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ, സാധാരണഗതിയിൽ അങ്ങനെ നിർബന്ധിച്ചെടുത്താൽ ഇപ്പോഴത്തെ നേതാക്കന്മാർ പോലും, രാജൻ പോലും എനിക്ക് തോന്നുന്നത് അതിനെതിരായിട്ട് ഒരു പ്രമേയമെങ്കിലും പാസ്സാക്കും. കാരണം പോലീസുകാരുടെ താല്പര്യങ്ങളെ അവഗണിച്ച് മേലുദ്യോഗസ്ഥന്മാർ അവരുടെ ഇച്ഛാശക്തി വളരെ വളരെ മോശമായിട്ട് പ്രയോഗിച്ച് ഭീഷണിപ്പെടുത്തി പണം പിരിക്കുന്നു എന്നൊരു. പക്ഷേ നിങ്ങളോട് പറയാൻ പോകുന്നത് ശ്രീ ജോർജ് ഫ്രാൻസിസ് അത് ചെയ്തില്ല. അദ്ദേഹം വളരെ പൂർണ്ണമായിട്ട് തന്നെ ഈ പരിപാടി, അതായത് ഈ നിർബന്ധിച്ചുള്ള ആളുകളെ അംഗങ്ങളെ ചേർക്കുന്നതും കിഷ്കോ പദ്ധതിയിലൂടെ പോലീസുകാർക്ക് ഭവന നിർമ്മാണ പദ്ധതിക്കുള്ള പണം ശേഖരിക്കുന്നതും വളരെ നല്ല കാര്യങ്ങളാണെന്നും, അത് ശ്രീ KJ ജോസഫിനെ പോലെയും എന്നെ പോലെയും രവിയെ പോലെയുമുള്ള ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകി അങ്ങനെയുള്ള പരിപാടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ പണമെല്ലാം സുരക്ഷിതമായിരിക്കുമെന്നും, അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ കേരള പോലീസ് അസോസിയേഷൻ ഡയറക്ടർ ബോർഡ് മുഴുവൻ അസോസിയേഷൻ്റെ ഡയറക്ടേഴ്സിനും ഈ ഉദ്യോഗസ്ഥന്മാർക്കും സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ അദ്ദേഹം എടുത്ത തീരുമാനം ഇത് നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല. അംഗങ്ങളായി ചേരുന്ന മേലുദ്യോഗസ്ഥന്മാർ ചെയ്യുന്നുണ്ടെങ്കിൽ എതിർക്കേണ്ട. അങ്ങനെ പോലീസുകാർക്ക് അവരുടെ താല്പര്യം എന്ന് തോന്നാവുന്ന ഒരു കാര്യം, അതിന് വിരുദ്ധമായിട്ട് മേലുദ്യോഗസ്ഥന്മാർ പ്രവർത്തിച്ചെന്ന് തോന്നൽ ഉളവാക്കുന്ന മറ്റൊരു കാര്യം, ഇത് രണ്ടും നടക്കുമ്പോൾ അസോസിയേഷന്റെ നേതൃത്വം പോലീസുകാരുടെ ദീർഘകാല നന്മ എന്താണോ, അതാണ് പ്രാധാന്യം. നിങ്ങളുടെ താൽക്കാലിക ലാഭമല്ല. ഒരു റിക്രൂട്ട് പോലീസുകാരൻ്റെ പോക്കറ്റിൽ 100 രൂപ താൽക്കാലികമായി കിട്ടുന്നതിനേക്കാൾ പ്രാധാന്യം അവൻ റിട്ടയർ ചെയ്യുമ്പോൾ അവന് സുരക്ഷിതമായിട്ട് കയറി താമസിക്കാവുന്ന ഒരു വീടുണ്ടാകുന്നതാണ്. അവൻ 100 രൂപയ്ക്ക് ബീഡിയോ, കാജാ ബീഡിയോ, സിഗരറ്റോ, ചാർമിന അതൊക്കെയാണ് നമ്മളന്ന് വലിച്ചുകൊണ്ടിരുന്നത്. അത് വലിക്കുന്നതിനേക്കാൾ പ്രാധാന്യം അതിനാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്കോ ശ്രീ KJ ജോസഫിനോ ശ്രീ രവിക്കോ മാത്രമല്ല ഉണ്ടായത്, അസോസിയേഷൻ നേതാവായ ശ്രീ ജോർജ് ഫ്രാൻസിനുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം വേറിട്ട ഒരു നേതാവാണ്. അദ്ദേഹം നേതാവാണ്. പോലീസുകാർ എത്തിച്ചേരേണ്ടത് എവിടെയായിരിക്കണം, ആ പോലീസുകാർ എത്തിച്ചേരേണ്ട സ്ഥിതി എന്തായിരിക്കണം, ആ സ്ഥിതിയിലേക്ക് നയിക്കുവാൻ അതിനുവേണ്ടി അല്പസ്വല്പം കഷ്ടപ്പാടുകൾ പോലീസുകാർ തന്നെ സഹിച്ചാണെങ്കിലും ആ ലക്ഷ്യബോധത്തിലേക്ക് പോലീസുകാർ ചെന്നെത്തണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വേറിട്ട ചിന്ത. ഇന്ന് നിങ്ങൾക്കറിയാം, ഇന്ന് കേരള പോലീസിൻ്റെ ഭവന നിർമ്മാണ സഹകരണം ഏത് സ്ഥിതിയിലാണെന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് ഏതാണ്ട് അതിൻ്റെ അസറ്റ് എന്ന് പറഞ്ഞാൽ 1000 കോടികൾ കാണും. 1000 കോടിയെങ്കിലും അസറ്റുള്ള ഒരു പ്രസ്ഥാനമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭവന നിർമ്മാണ സഹകരണ സംഘമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
കഴിഞ്ഞ 2 വർഷങ്ങളായി കേരള സംസ്ഥാനത്ത് ഏറ്റവും നല്ല കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള അവാർഡ് നമ്മുടെ ബിജു ആണ് വാങ്ങിച്ച് പോസ്റ്റ് ഇടുന്നത്. ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന, പോലീസുകാർക്ക് രോഗം വന്നാൽ സഹായിക്കുന്ന, പോലീസുകാർ മരിച്ചാൽ സഹായിക്കുന്ന, പോലീസുകാർക്ക് വീട്ടുപകരണങ്ങൾ വേണമെങ്കിൽ സഹായിക്കുന്ന, എന്ന് വേണ്ട പോലീസുകാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ സഹകരിക്കുന്ന, അതിന് കോമ്പിറ്റൻസ് ഉള്ള ഒരു മഹാസഹകരണ സംഘം. അവരിപ്പോൾ വയനാട്ടിലേക്ക് കണ്ടില്ലേ, വയനാട്ടിൽ 3 പോലീസുകാർക്ക് അവർ സ്ഥലം വാങ്ങിക്കുന്നു, വീട് വെച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ സ്ഥിതിയിലേക്ക് ആ സഹകരണ സംഘം വളർന്നു. പക്ഷെ അന്നുണ്ടായിരുന്ന പോലീസുകാരുടെ ഇടയിൽ ഒരു വോട്ടെടുപ്പ് നടത്തിയിരുന്നെങ്കിൽ ഈ സഹകരണം എന്ത് പറ്റിയേനെ? അന്നത്തെ ദിവസം ഇത് പൂട്ടിക്കെട്ടി അലമാര സഹകരണ രജിസ്ട്രാറെ ഏൽപ്പിച്ച് നമ്മൾ സലാം പറഞ്ഞ് സുല്ലു പറഞ്ഞ. അപ്പോൾ അവിടെ നിന്ന് എന്താണ് മാറ്റി? അപ്പോൾ അതാണ്. അപ്പം അത് ശ്രീ ജോസഫ് സാറിൻ്റെ മിടുക്കോ എൻ്റെ മിടുക്കോ രവിയുടെ മിടുക്കോ ഒന്നും അല്ല. അത് ഞങ്ങൾക്കും മുമ്പോട്ട് പോകാൻ പറ്റില്ല. പോലീസുകാർക്ക് ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നടത്തണം, വേണ്ട. അപ്പോൾ പോലീസ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും അതിൻ്റെ നേതാക്കളുടെ ഭാഗത്തു നിന്നും നിർലോഭമായ പിന്തുണ, പോലീസുകാരുടെ ലക്ഷ്യം നന്മ തന്നെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഗതിക്ക് അല്പസ്വല്പം വിഷമമുണ്ടെങ്കിൽ നമ്മൾ സഹകരിക്കണമെന്ന് തീരുമാനം ശ്രീ ജോർജ് ഫ്രാൻസിസ് എടുത്തു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഈ നമ്മുടെ ഒരു പോലീസുകാർ തമ്മിൽ സഹകരിച്ചാൽ ഗുണപരമായ പല മാറ്റങ്ങളും ഉണ്ടാകാം. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മാറ്റങ്ങൾ 30 കൊല്ലം കൊണ്ടൊരു പോലീസ് ജീവിതത്തിൽ ഉണ്ടാകാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അന്ന് കിഷ്കോ ഇന്ന് ആ പോലീസുകാരുടെ സംഘം ഏതാണ്ട് 15,000-ഓ 20,000-ഓ വീട് വെച്ച് കഴിഞ്ഞു. ഇന്ന് പോലീസ്, അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം പോലീസുകാർക്ക് വേണ്ടി ഒഫീഷ്യൽ ക്വാർട്ടേഴ്സ് ഉണ്ടാക്കുകയായിരുന്നു. ഇന്നത്തെ പ്രശ്നം എന്താ? ഒഫീഷ്യൽ ക്വാർട്ടേഴ്സ് എല്ലാം ഒഴിഞ്ഞു കിടക്കുക എന്നുള്ളത്. അവിടെ താമസിക്കാൻ ആളില്ല. എല്ലാ പോലീസുകാർക്കും ഇപ്പോൾ സ്വന്തമായിട്ട് വീട് വെക്കുന്നതിലാണ് താല്പര്യം, ഒഫീഷ്യൽ ക്വാർട്ടേഴ്സിലല്ല താമസിക്കുക. അപ്പോൾ ആ ഒരു സ്ഥിതിയിലേക്ക്, കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെ മീറ്റിങ്ങിന് പോകുമ്പം മറ്റ് സംസ്ഥാനങ്ങളെല്ലാം സംസാരിക്കുന്നത് പോലീസുകാരുടെ ഒഫീഷ്യൽ ക്വാർട്ടേഴ്സിനെ കുറിച്ചാണ്. കേരളത്തിലെ DGPമാർക്ക് മാത്രം അത് പ്രശ്നമല്ല. ഇവിടെ ഒഫീഷ്യൽ ക്വാർട്ടേഴ്സ് വലുതായിട്ട് ആവശ്യമില്ല, പോലീസുകാർക്ക് സ്വന്തം വീടാണ് ആവശ്യം. അത് ചിന്തിക്കാൻ പോലുമുള്ള സ്ഥിതിയിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകൾക്ക് സാധിച്ചിട്ടില്ല. അതിനൊരു മാറ്റം ഉണ്ടാക്കിയത് കേരള പോലീസിൻ്റെ സഹകരണ സംഘമാണ്. അതിനുവേണ്ടി പിന്നീട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനൊക്കെ ശ്രീ ജോർജ് ഫ്രാൻസിസ് 1982 മുതൽ 91 വരെ ഉള്ള ദീർഘമായ കാലഘട്ടത്തിൽ, ഞാൻ അന്ന് ഈ സഹകരണ സംഘത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ആ രീതിയിൽ എനിക്ക് നേരിട്ടറിയാം. അതിലെല്ലാം തന്നെ എത്രമാത്രം നിർലോഭമായ പിന്തുണ. അതായത് ഒരു ലോട്ടറി ടിക്കറ്റ് അടിക്കാൻ വേണ്ടി, കേരള ഭാഗ്യമാലയുടെ ലോട്ടറി ടിക്കറ്റ് അടിക്കാൻ വേണ്ടി 100 കണക്കിന് പോലീസുകാരെ സീലും കൊടുത്ത് ടിക്കറ്റ് അടിച്ചവരാരെങ്കിലും കൂട്ടത്തിലോട് പറഞ്ഞിട്ടുള്ളൂ. എറണാകുളത്തുകാരെല്ലാത്തതുകൊണ്ട് കാണത്തില്ല. ചെയ്തിട്ടുണ്ട്. അവിടെ ഇരിപ്പുണ്ട് അടിക്കും അല്ലേ, കണ്ടിട്ടില്ല? അതെ, ആളെ ക്യൂവിലിരുത്തി 10 ലക്ഷം ലോട്ടറി ടിക്കറ്റ്, 12 ലക്ഷം ലോട്ടറി ടിക്കറ്റ്, 16 ലക്ഷം ലോട്ടറി ടിക്കറ്റ് വരെ ഒരാഴ്ചയിൽ 16 ലക്ഷം സീൽ അടിക്കാൻ എത്ര പോലീസുകാർ എത്ര സീൽ അടിച്ചാൽ തീരുമെന്ന് ആലോചിച്ച് നോക്കി. അടിച്ചു. അപ്പോൾ പോലീസുകാരെ കൊണ്ട് സീൽ അടിപ്പിക്കുന്നത് പോലീസുകാരുടെ പീഡനമാണ്, പോലീസുകാരെ ഇങ്ങനെ പീഡിപ്പിക്കാൻ പാടില്ല എന്ന് വേണമെങ്കിൽ അസോസിയേഷൻ നേതാവിന് പ്രസ്താവന ഇറക്കാം. ആ പ്രസ്താവന എല്ലാവരും പോപ്പുലറായിട്ട് കൈയടിച്ച് സ്വീകരിക്കുകയും ചെയ്യും. പക്ഷേ ശ്രീ ജോർജ് ഫ്രാൻസിസ് അത് ചെയ്തില്ല. ഈ ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ ഗുണഫലം അനുഭവിച്ചതാരാണ്? ഈ ലോട്ടറിയുടെ ഗുണഫലം അനുഭവിക്കുന്നത് കേരളത്തിലെ പോലീസുകാരാണ്. അപ്പോൾ നമുക്ക് ഗുണമുണ്ടാകുന്ന ഒരു സംഗതിക്ക് വേണ്ടി നമ്മൾ അല്പം ത്യാഗവും ബുദ്ധിമുട്ടും സഹിച്ച് ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നത് ഉത്തമമാണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു നേതൃത്വമായിരുന്നു പോലീസ് അസോസിയേഷൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീ ജോർജ് ഫ്രാൻസിസ് ഒരു വേറിട്ട നേതാവായിരുന്നു. കേരളത്തിലെ പൊതുവായിട്ടുള്ള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളിൽ, പൊതുവായിട്ടുള്ള സർക്കാർ അസോസിയേഷനുകളുടെ ഔദ്യോഗിക നേതൃത്വവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ശ്രീ ജോർജ് ഫ്രാൻസിസ് വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ 50കളിലും 60കളിലും ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നായിരിക്കാം അദ്ദേഹത്തിന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടായത്. അതുപോലെ തന്നെ പോലീസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ സങ്കല്പം അത് കേരളത്തിൽ പ്രാവർത്തികമാകുമ്പോൾ അതൊരു പുതിയ രീതിയിൽ തന്നെ ആ സങ്കല്പം യാഥാർത്ഥ്യമാക്കണം എന്ന ഒരു തിരിച്ചറിവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം. ഒരു പക്ഷേ മറ്റ് സംഘടനകളുടെ വഴിയേ ഈ അസോസിയേഷൻ പോയിരുന്നെങ്കിൽ ഈ അസോസിയേഷൻ്റെ ആരംഭകാലത്ത് തന്നെ അസോസിയേഷൻ ഇല്ലാതാകാനും സാധ്യതയുണ്ടായിരുന്നു എന്നുള്ള തിരിച്ചറിവും എന്നുള്ള ബോധ്യവും അദ്ദേഹത്തിനുണ്ടായിരിക്കാം. ഏതായാലും വളരെ സമഗ്രമായിട്ട് ഈ പ്രശ്നത്തെ പഠിച്ച്
എങ്ങനെയൊക്കെ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഇന്നിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ വക ഒരു സഹകരണ സംഘം ഇന്നിവിടെ അതിൻ്റെ അംഗത്വ വിതരണം ആരംഭിക്കുമ്പോൾ ഞാനിത് പറയാനുള്ള കാര്യം, അന്ന് പോലീസുകാർ മടിച്ചതുപോലെ നിങ്ങൾ മടിച്ച് നിൽക്കരുത്. ഞാൻ പറയുന്നത് അന്ന് കേരളത്തിൽ ഞാൻ ഈ സംസാരിക്കുന്ന 1982-83 കേരളത്തിൽ ആകെ 20,000 പോലീസുകാരെ ഉണ്ടായിരുന്നു. ഇന്ന് കേരളത്തിലെ പോലീസ് പെൻഷനേഴ്സായിട്ട് 25,000-ഓളം പോലീസ് പെൻഷനേഴ്സാണ്. നമ്മുടെ ആയുർദൈർഘ്യം ഇപ്പം റിട്ടയർഡ് പോലീസുകാരുടെ ആയുർദൈർഘ്യം ഇപ്പോൾ 85-90 ആണ്. മനസ്സിലായോ? അപ്പോൾ 55-56 റിട്ടയർ ചെയ്യുന്നവർ, അന്ന് സർവീസിൽ കയറുന്നവർ 30 കൊല്ലത്തെ സർവീസ് കാലത്തേക്കാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ചേർന്നത്. ഇന്ന് റിട്ടയർ ചെയ്യുന്നവർ 55-56 റിട്ടയർ ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അടുത്ത് 30 കൊല്ലക്കാലത്തേക്കെങ്കിലും അംഗങ്ങളാകാൻ സാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചുണ്ടാകണം. ഇത് 30 കൊല്ലത്തേക്കുള്ള ഒരു പ്രസ്ഥാനമാണ്. 30 കൊല്ലം കൊണ്ട് ഇന്ന് ശിശുവായിരിക്കുന്ന, ഇന്ന് അബലമായിരിക്കുന്ന, ഇന്ന് യാതൊരു കർമ്മശേഷിയും ഇല്ലാതിരിക്കുന്ന ഒരു പ്രസ്ഥാനം 30 കൊല്ലം കൊണ്ട് എങ്ങനെ വളരും എന്നുള്ളതിന് നമ്മുടെ മുമ്പിൽ പോലീസുകാരുടേതായ പ്രകടമായ ഒരു ദൃഷ്ടാന്തമുണ്ട്. അത് പോലീസുകാരുടെ ഭവന നിർമ്മാണ സഹകരണ സംഘവും കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലുമുള്ള പോലീസ് സഹകരണ സംഘങ്ങളുമാണ്. 30 കൊല്ലം കൊണ്ട് ഒരു സംഘം ഇവിടെ വളരുമെന്ന്, അത് നമുക്ക് പ്രതീക്ഷയും പ്രചോദനവുമാകണം. അത് മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെല്ലാവരും തന്നെ ഇത് ഗുണപ്പെടുമോ ഗുണപ്പെടില്ലയോ, ഇതിൻ്റെ ഭാവി എന്താണ്, എൻ്റെ പണം നഷ്ടപ്പെടുമോ, ഇങ്ങനെയുള്ള വ്യാകുല ചിന്തകളെല്ലാം മാറ്റിവെച്ച് കേരളത്തിലെ പോലീസ് പെൻഷനേഴ്സിന് അവരുടെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ എൻ്റെ പക്കൽ നിന്ന് ഒരു സംഭാവന, ഈ ഒരു പ്രസ്ഥാനം, ഇതിനെ ഒരു മഹാപ്രസ്ഥാനമാക്കി മാറ്റിയെടുക്കാൻ, പെൻഷൻകാരുടെ പല അവശതകളും പരിഹരിക്കാൻ, എല്ലാത്തിനും സർക്കാരിനെയോ ഡിപ്പാർട്ട്മെൻറ്റിനെയോ ആശ്രയിക്കാതെ ഞങ്ങൾ തമ്മിൽ സഹകരിച്ചാൽ ഞങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും ഉത്തമമായ പരിഹാരം ഉണ്ടാകും എന്നുള്ള നമ്മുടെ പൂർവ്വ അനുഭവ ബോധ്യം കൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ അഹമഹമികാധിയാന്ന് ഞാൻ പറയുന്നില്ല, ആവേശപൂർവ്വമൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ മടി കൂടാതെ ഇന്നിവിടെ ആരംഭിക്കുന്ന കേരള പോലീസ് പെൻഷനേഴ്സ് സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിൻ്റെ അംഗങ്ങളായി തീരുക, ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിക്കുക. ഈ പ്രവർത്തനം പ്രബലപ്പെടുവാനും ആ പ്രവർത്തനത്തിലൂടെ നിങ്ങളുടെ എല്ലാം, നമുക്കെല്ലാം നിരവധി പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിമിതമായ അളവിൽ സർക്കാരിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള നിയമപരമായ വഴികളുണ്ട്. പക്ഷെ അതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ തന്നെ ഒരു പ്രസ്ഥാനം പടുത്തുയർത്തിയാൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങളിൽ നല്ലൊരു ശതമാനം, എല്ലാമെന്ന് ഞാൻ പറയുന്നില്ല, നല്ലൊരു ശതമാനം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന അംഗത്വ വിതരണ പരിശ്രമങ്ങൾ ഫലപ്രാപ്തിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും നയിക്കട്ടെ. ഈ സഹകരണ സംഘം വിജയിക്കട്ടെ എന്ന ആശംസയോടുകൂടി ഈ അംഗത്വ വിതരണ പരിപാടി ഇന്നിവിടെ ഞാൻ നിങ്ങളുടെ എല്ലാ സമ്മതത്തോടു കൂടി വിനീതമായി ഉദ്ഘാടനം ചെയ്യുന്നു.